സോ വൺ ഓഫ് ദ സോ നമുക്ക് റുട്ടീനാണ്, ഡെയിലി റുട്ടീനാണ്. നമ്മൾ ടെൻസ് എല്ലാം പഠിച്ചു, ഇനി ഡെയിലി റുട്ടീനാണ് അല്ലേ? നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ഡെയിലി കുറച്ച് റുട്ടീൻ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ മോർ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിക്കാം. ഓക്കെ, സോ ഐ വേക്ക് അപ്പ് ഏർലി. ട്രൈ ചെയ്യൂ. അന അസ്ഹ ബദ്രി അനാസ് ഹബദരി. ഓക്കെ, ഐ വാഷ് മൈ ഫേസ് ആൻഡ് ബ്രഷ് മൈ ടീത്ത്. അഗ്സൽ വജ്ഹി വജ്ഹി. പിന്നെ ബ്രഷ് ചെയ്യുന്നതിന് അതിന് അഫറിഷ് എന്ന് പറയാം. അഫറിഷ്. ഓക്കെ, അഫറിഷ് അഫരിഷ് എന്നാണ് ബ്രഷ്, നമ്മൾ ബ്രഷ് ചെയ്യാന്നുള്ളതിന് പറയാം. ഓക്കെ, അസല് അഫരിഷ് കഴുകുക, കൈ ആസലും കഴുകുന്നതിനും കഴുകുക. കാല് കഴുകുന്നതിനൊക്കെ അസല നമ്മൾ പറയാം. ഐ വാഷ് ഇട്ടോ. അപ്പൊ നമുക്ക് എല്ലാ ഫോംസും അറിയാത്. അസൽ ഉണ്ടാവും, യസൽ ഉണ്ടാവും ഇല്ലേ, യസലൂൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇത് ഫുള്ള് എളുപ്പമാണ്, ഇതൊക്കെ ഞാൻ തവസൽ ചെയ്യുന്നതായത് ഉണ്ടാവും. കൊണ്ട് തവസൽ യെസ് ഒക്കെ ഉണ്ടാവും. സോ ഇത് എളുപ്പമാണ്, ഒക്കെ വെച്ചിട്ടുള്ളതാണ്. സോ അഫറഷ് ആണ്, അസ്നാനി അഫറിഷ് ആണ് ബ്രഷ് ചെയ്യുക. അഫരിഷ് അസ്നാൻ എന്ന് പറയുമ്പോൾ പല്ല്, അസ്നാനി എൻ്റെ പല്ല്. ഓക്കെ, പല്ല്. സോ ഒന്നുകൂടി കൂട്ടി പറയൂ. അഗ്സൽ ആ വജ്ഹി ആ വ അഫ്രിഷ് അസ്നാനി. അസ്നാനി. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഐ ടേക്ക് മൈ മൊബൈൽ. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നതാണ്. بعدين أنا آخذ آخذ جوالي. ജവാലി. ഓക്കെ, ആഹുദ് ടേക്ക് ചെയ്യും അല്ലേ, ജവാലി എൻ്റെ ഫോണ്. പിന്നെ വെൻ ഐ ഗോ ഔട്ട്സൈഡ് ഐ ടേക്ക് മൈ ബാഗ് അല്ലെങ്കിൽ പേഴ്സ്. when I go അപ്പൊ വെന്നിന് നമ്മൾ آخذ പഠിച്ചു. വെൻ ആവുമ്പോ വെൻ എന്നുള്ളതിന് when ലമ്മ. when لما ഇപ്പൊ സോ വെൻ ഐ ഗോ ഔട്ട്സൈഡ്. വൈലല്ലേ ലമ്മ? വൈല് വൈല് ബാദ്ഷോയ ആഫ്റ്റർ എ വൈൽ എഗോ ഒക്കെ എന്നുള്ളതല്ലേ. അല്ല, ലമ്മ ഇന്നലെ ഒരു കാര്യം പറയും, ഷീ അങ്ങനെ ഓൾവേസ് യൂസ് ചെയ്യും, ഡിസ്റ്റർബ്സ് ഇൻ യൂസ് വൈൽ. ചെയ്യും, അപ്പോഴും യൂസ് ചെയ്യും ലമ്മ. അതുപോലെ തന്നെയാണ് വൈൽ അല്ലേ, ലമ്മ എന്നും യൂസ് ചെയ്യാം. പിന്നെ അതിന് ലമ്മക്ക് വൻ എന്നുള്ളത് കൊണ്ട് വയൽ എന്നുള്ളൂ. അപ്പോൾ എന്നുള്ള രീതിയിലല്ലേ രണ്ടും, പോയപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ ആ അല്ലേ. സമയത്ത് അല്ലേ, വയൽ ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ അർത്ഥം വരുന്നത്. ഓക്കെ, പിന്നെ എടുക്കുന്നു, അപ്പൊ സുമ്മ അടയൂലല്ലേ? സുമ്മല്ല, നമുക്ക് ബഴതേൻ പറഞ്ഞാൽ മതി അതിന് ശേഷം. ഓക്കെ, ശേഷം പഴുതേൻ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നമുക്ക് ലമ്മ ലമ്മ. എന്നുള്ളതിന് നമുക്ക് പിന്നെ പണ്ടൊരു സമയത്ത് വൺസ് അപ്പോൺ എ ടൈം അങ്ങനത്തെ രീതിയിൽ പറയാം അല്ലെ, ഞാൻ വന്നപ്പോൾ ആ കാലത്ത്, അങ്ങനെ അങ്ങനെ രീതിയിൽ പറയാം. പിന്നെ വൈല് യൂസ് ചെയ്യാം, വന്ന് യൂസ് ചെയ്യാം, ഒക്കെ പറയാം. ഓക്കെ, ഒക്കെ സെയിം തന്നെയാണ്, ഒക്കെ ലമ്മയാണ്. ഐ ടേക്ക് മൈ ബാഗ് അല്ലേ, ബാഗ് ആണ് പറയാം. അപ്പം ആ ആഹുദ് ആ ആഹുദ് ഹക്കീബത്തി അല്ലെങ്കിൽ ശന്തത്തി പറയാൻ പറ്റുമോ? ശാന്തതി പറയാം, രണ്ടും സെയിം തന്നെ. ശന്തത്തി ലമ്മ അത്തില. അത്തില ഔട്ടാണ്, ഔട്ട് എന്ന് പറയാൻ എന്താ, ബർ ബറ. ബർറ ബറ. ഓക്കെ, സോ ബർറ. ലമ്മ അത്ല ബറ അല്ലെങ്കിൽ ലമ്മ അറോഹ് പറയാം, പക്ഷെ അത്ലാണ് ഒന്നും കൂടി സ്റ്റാൻഡർഡൈസ്ഡ്. ഓക്കെ, സോ ലമ്മ അത്ല ബറ ആഹുദ് ശാന്തത്തി. ഇല്ല, ഇനി പേഴ്സൺ എന്താ പറയാന്നറിയോ? പേഴ്സണോ? ആ പേഴ്സ് അല്ലേ. പേഴ്സണ് മഹ്ഫള എന്നാ പറയാ, മഹ്ഫള. മഹ്ഫള. ഹിഫ്ലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഹിഫ്ൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മനപ്പാടമാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് അല്ലേ. അതിന്ന് വന്ന് അതന്നെയാണ് എന്ത്, മഹ്ഫള. സൂക്ഷിച്ച് വെക്കുന്ന സാധനമാണ് എന്ത്, പേഴ്സ്. ഓക്കെ, അപ്പം മഹ്ഫള എന്നാണ് പറയാ, മഹ്ഫള. ഓക്കെ, ഹിഫ്ൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സൂക്ഷിച്ച് ഉള്ളിൽ മനപ്പാടമാക്കി വെക്കല്ലേ, അത് തന്നെയാണ്, അവിടുന്ന് തന്നെയാണ് സെയിം റൂട്ട് വേർഡ് തന്നെയാണ് മഹ്ഫള. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയൂ. ഐ ക്ലീൻ മൈ ടീത്ത് അല്ലെ ഐ ക്ലീൻ മൈ റൂം. റൂം ആക്കാം. ഐ ക്ലീൻ മൈ റൂം. ഒരു മിനിറ്റ്, ക്ലീനിന് ഞാൻ ഒരു മിനിറ്റ് പറയാ. അൻലഫ് പറയൂ, ശരിയാണോ? ഉനൗലിഫ് എന്ന് പറയും, ഉനൗലിഫ്. ഉനൽദിഫ്. ഉനൗലിഫ്. ഉനൽദിഫ് ഗുർഫത്തി. ഉർഫത്തി. പിന്നെ എന്താണ്, ഐ ഡു എക്സസൈസ് ഫോർ 1 hour അല്ലെ 1 hour ഐ ഡു എക്സസൈസ്. ഉനലിഫ് എന്നല്ലേ പറഞ്ഞ നേരത്തെ? ഉനൗലിഫ്, ഉനൗലിഫ്. ഓക്കെ, ഐ ഡു എക്സസൈസ് ഫോർ 1 hour. അല്ല, എക്സസൈസ് എക്സസൈസ് ആണ് റിയാള. റിയാളയാണ് റിയാല. എക്സസൈസ്. ഓക്കെ, റിയാല സ്പോർട്സ് അല്ല. സ്പോർട്സിനും എക്സസൈസും ഒക്കെ റിയാൾ തന്നെയാണ്.
ഓക്കെ ഓക്കെ, ഓക്കെ. എക്സസൈസിന്. പിന്നെ അപ്പം നാദി എന്ന് ഐ പറയുമ്പോൾ ഡു. ജിമ്മാണ്. ഞാൻ ജിമ്മിന് അപ്പം പോകുകയാണെങ്കിൽ അതിനകത്തുള്ള ഇല ജിം നാദി എന്ന് പറയും. ജിമ്മ് ക്ലബ്ബ് ഒക്കെ നാദിയാണ്. നാദി ഇല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബാണ്. പക്ഷെ ജിമ്മിനും നാദി ആ തന്നെയാണ്. ഓക്കെ, ഇത് റിയാള് നാദി എക്സസൈസ് വരും, സ്പോർട്സ് വരും ഒക്കെ. നാദി. സോ ആ ഒരു ഇനീഷ്യലി ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ഈ ക്ലബ് ഇതൊക്കെ. ആണോ? അത് അപ്പൊ ഓർമ്മ ഉണ്ടായിരുന്നു, ആ ഇപ്പൊ ആ കിട്ടണില്ല. ഇല്ല, ഏഹ്, ഓക്കെ. ഞാൻ പറയാം, ഐ ഡു എക്സസൈസ് അല്ലേ, ആ അപ്പം ഉസവി ആ റിയാള ഉം. ഏം, 1 hour. في ഉം, في ساعة ഉം. واحد വാഹിദ് വാഹിദ് സാഫിയുടെ واحد ആവശ്യമില്ല. ساعة ഇൻ 1 hour വേണ്ട, 1 മണിക്കൂർന്ന് അല്ലേ പറയുന്നുള്ളൂ. ഫോറാണ് അപ്പൊ ലീ ആ, ساعة അതിന്റെ ആവശ്യമില്ല. വെറും ഫോറും ഇല്ല. ഐ ساعة. ഡു എക്സസൈസ് ഫോർ 1 hour എന്നാണെങ്കിലും അറബിയിൽ അതിനൊരു പ്രപ്പോസിഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഉസവേരിയാല വാഹിദ് സാ അല്ലെ, 1 മണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്യുന്നു. അപ്പൊ ഓക്കെ, വാഹിദ് അത് മതി, ഒന്നും മതി, വേണ്ടല്ലേ. വാഹിദ് സാ എന്ന് മതി. ഇപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കിൽ 1 മണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്യുന്നു എന്നല്ലേ പറയാ. അതേപോലെ തന്നെ അവിടെ ഒരു പ്രപ്പോസിഷന്റെ ആവശ്യമില്ല. ഉസവേരിയാല വാഹിദ് സാ. ഇനി ഐ ഗോ ടു ജിം അറ്റ് ദ ഈവനിങ് ആണെങ്കിൽ ഐ ഗോ ടു ജിം. ആ ജിമ്മും റിയാൽ തന്നെയാണോ നിങ്ങൾ അല്ലല്ല, പറഞ്ഞത്? ജിമ്മ് നാദി. നാദി ഉം. നാദി 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 ജിം ജിമ്മ് നാദി ക്ലബ്ബൊക്കെ നാദി. ക്ലബ്ബ്. ക്ലബ്ബ്, ഞാൻ ക്ലബ്ബ് എഴുതി വെച്ച ജിമ്മ് ആ മറന്നു, സോറി. അപ്പൊ ഐ ഗോ ടു അല്ലെ. ഉം. അപ്പം അത്ല പറയാനാണ് നല്ലത് അത്ല എന്നല്ലേ ആണ് നിങ്ങൾ നല്ലത്. പറഞ്ഞല്ലേ. യെസ്. അത്ല അത്ല ഇല നാദി ആ ഈവനിങ് അല്ലേ. ഉം. മസാ ഫിൽ മസാ, ഫിൽ മസാ ഫിൽ അല്ലേ. ഫിൽ മസ. സമയത്തിന്റെ മുന്നൊക്കെ നമ്മൾ ഫി ആണ് പറയട്ടോ. ഫില്ലേൽ, ഫിൽ മസാ, ഒക്കെ ഫിൽ സബാഹ്, ഒക്കെ അറ്റ് എന്നുള്ള മീനിങ്ങിൽ ഫി ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എക്സസൈസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? യെസ്, ഐ ഇനി നമ്മൾ എന്നും ചെയ്യുന്ന കുറച്ച് പുതിയ ടേംസ് പഠിക്കുകയാണ്. ഐ ബാത്ത് എവ്രി ഡേ, അല്ലെങ്കിൽ പതിവായിട്ട്. ബാത്ത്. ഓൾവേസ്, ഐ ബാത്ത് ഓൾവേസ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നൊക്കെയുള്ള രീതി. നമുക്ക് ദായിമൻ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ദായിമൻ, ഓൾവേസ്, ദായിമൻ എപ്പോഴും എന്നുള്ള. ദായിമൻ ഓൾവേസ്. ഓക്കെ, അത് നമ്മൾ പഠിക്കണം. അഹിയാനൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അഹിയാനൻ ഇടയ്ക്കിടയ്ക്ക്. അഹിയാനൻ അഹ്യാനൻ സംടൈംസ്. അഹ്യാനൻ കേട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളതിന് നമ്മൾ അഹിയാനൻ പറയുന്നത്. ദായിമൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും. ഓക്കെ, അപ്പം എന്നും ഞാൻ രാവിലെ കുളിക്കുന്നു. സോ നമ്മൾ പറയാ അത്രവശാണ് ഷവർ ചെയ്യുക എന്നുള്ളതിന് പറയാം, അത്രവശ്. കുളിക്കും. ഓക്കെ, ഉഫരിഷ് ബ്രഷിങ്ങും അത്ര അത്രവശാണ് ഷവർ ചെയ്യുക എന്നുള്ളതിന് പറയുന്നത്. ഓക്കെ, സോ അന അത്ര അത്രവശ് ദായിമൻ ഔവൽ സ്വബാഹ് അല്ലേ, എന്നും രാവിലെ ഞാൻ എന്താണ് അത്രവശ് കുളിക്കും. ആ കുൽ യോം എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദായിമൻ എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അന അത്രവിഷ് ദായിമൻ ഞാൻ എപ്പോഴും രാവിലെ കുളിക്കാറുണ്ട്. അന അത്രവശ് ദായിമൻ ഔവൽ സുബഹ് അല്ലേ. ഇനി ഔവൽ സുബഹ് അല്ലെ. ഔവൽ സുബഹ്. ഔവൽ സുബഹ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് ആയിരിക്കില്ലേ. മോർണിംഗ്, ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ്. ഓക്കെ, ഏർലി മോർണിംഗ് അല്ലേ. ഇനി ഐ കുക്ക് എന്താണ് ലൈറ്റ് മീൽ എവ്രി ഡേ. ഐ കുക്ക് ലൈറ്റ് മീൽ. അന എന്താണ് അത്ബഹ് പറയോ? അത്ബഹ് കറക്റ്റ് പറയാം, ആണോ? ഉസവിയും പറയാം, അത്ബഹും അത്ബഹ്. പറയാം. അത്ബഹ് എന്താണ് താമൻ ആ ലൈറ്റ് ആ മീൽ എന്താ? ഖഫീഫാണ് എന്ത്? ലൈറ്റ്. ഖഫീഫ് ലൈറ്റ്. മീലിന് താമൻ എന്താ പറയാ? ഖഫീഫ്. താമ പറയുമ്പോ ഫുഡാണ്. മീലിന് നമ്മൾ വജ്ബ എന്നാ പറയാ, വജ്ബ. വജ്ബ്. ഓക്കെ, അതിന്റെ പ്ലൂറലാണ് വജ്ബാത്ത്. ഓക്കെ, വജ്ബയാണ് മീല്. ഇപ്പൊ ഹാപ്പി മീലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെക്ഡൊണാൾഡ്സിന്റെ പോസ്റ്റർ നോക്കുമ്പോൾ ആ മീൽസിന്റെ ഒക്കെ അറബി എന്താ നോക്കണ്ടേ? ഒക്കെ വജ്ബ എന്ന് എഴുതിണ്ടാവുക. ഓക്കെ, പല ടൈപ്പ് വജ്ബകളായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. വജ്ബ എന്ന് പറഞ്ഞാൽ മീലും വാജിബ് എന്ന് പറഞ്ഞാൽ ഹോംവർക്കും ആണ്. ഓക്കെ, വാജിബ്. ഒരു അലിഫിന്റെ വ്യത്യാസമുള്ളൂ അല്ലേ. ഇത് ജവാബ് ആൻസർ അല്ലെ, അതിനൊക്കെയാണ് തോന്നുന്നു അല്ലെ. ആ അത് വേറെ.
അത് ആണോ? വാ വന്നു അതിന്റെ ജാ കൂടെ. അതെ അതെ. ഓ ഇപ്പൊ തലയിൽ അതായിരുന്നു. ആ സോറി. ആ അപ്പം വാജിബ്. ഓക്കെ. അപ്പം വാജിദ് വാജിബ് വാജിബ്. ഹോംവർക്ക്, വാജിബാത്ത് ഹോംവർക്സ്. വജിബ ഓക്കെ. മീല് ഫെമിനൈൻ ആണ്. വജിബ, വജിബത്ത് എന്നുണ്ടാവും, താമർബൂത്ത് ഉണ്ടാവും. ഓക്കെ. വജിബാത്ത് എന്താണ് അതിന്റെ പ്ലൂരല്? മീൽസ്. ഓക്കെ. ഓക്കെ. വജിബ ലൈറ്റ് മീൽസ് എന്നല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്, ലൈറ്റ് മീൽ അല്ലേ? ആ മീലാകുമ്പോ ഒന്ന് വജബ പറഞ്ഞാൽ മതി അല്ലേ? അപ്പൊ വജിബ മതി. പ്ലൂരൽ ആകുമ്പോ വജബ, ഖഫീഫ, ഖഫീഫാണ് ഇത്, നേരിയത്, ലൈറ്റ് ആയിട്ടുള്ളത് ഒക്കെ നേരിയത്. നമ്മൾ ആ പറയും. ഓക്കെ, അതാണ് ഖഫീഫ്. ആ ഇപ്പം ഖഫീഫ ആ. എന്ന് പറയാൻ കാരണം വജുബ ഫെമിനൈൻ ആയതുകൊണ്ട് നമ്മൾ ഖഫീഫ ഉം, എന്ന് ഉം. പറയണം. താമർബൂത്ത് ആ ലാസ്റ്റ് യെസ്, വന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ. സോ ഉം. അനത്ത് കുല്ലയോ കുല്ലയോ. വജുബാത്ത് ഖഫീഫ അല്ലേ? ഇപ്പൊ നമുക്ക് വജുബ കുല്ലയോ. ഫുത്തൂർ എന്ന് പറഞ്ഞാൽ മോർണിംഗ് മീല് അല്ലേ? ഇപ്പൊ മോർണിംഗ് ലഞ്ച് മീൽ മീൽ ഫുത്തൂർ. എന്തായിരിക്കും? എനിക്കറിയായിരുന്നു. ഓ. ഉം. ലഞ്ചിന് എന്നാ ഡിന്നർ ആലോചിച്ചോളി. അതേപോലെ തന്നെ ഒരു ടേം ആണല്ലോ ലഞ്ചിന്. ഡിന്നർ എന്താണ്? മഷ ഏ ഏ ആശ. അല്ലേ? ആശയാണ്. ആശ. അല്ല അല്ല ആശ അല്ല. പറഞ്ഞാ നടക്കാണ്. അശ അശ. ആശയാണ് ആ ഡിന്നർ. വജിബ ആശ. ഓക്കെ, ആശ എന്ന് എഴുതും, ആശ എന്ന് പറയും. വജിബ ആശ ആണ് ഡിന്നർ മീല്. ലഞ്ച് അദാ, പുള്ളിള്ള ആ വൈന്. അദാ, വജിബ ഗദ. അദാ അതാണ് അല്ലേ? നമ്മൾ പഠിച്ചു ഗദ. ഫുത്തൂർ, അദാ, ആശ. ഗദ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതായത് ഡിന്നർ. ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഫുത്തൂർ. ഗദ. ഗദന് ഓർമ്മ വന്നു. യെസ്, ടുമോറോ എന്നുള്ളതിൻ്റെത് എനിക്ക് ആ ഓർമ്മ. ഫുത്തൂർ. ഗദൻ അല്ലേ? ആ അതെ, അതാണ് മനസ്സിൽ ആ വന്നത്. ആ പക്ഷെ നമ്മളെ സംസാരത്തിൽ ടുമോറോക്ക് ബുക്കറയാണ് എപ്പോഴും പറയട്ടോ. സംസാരത്തില് ബുക്കറ. ബുക്കറ. ഉം. അതെ അതെ അതെ. ആ അപ്പോ അതെ അതെ. എന്താണ്, ഇപ്പൊ നമ്മൾ മീൽസ് ബുക്കറ. പഠിച്ചു. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിക്കാൻ ഞാനൊരു എളുപ്പത്തിലുള്ളൊരു ഇത് പറഞ്ഞിരുന്നു അല്ലേ? എന്താണ്? ബ്രേക്ക്. തഫ്തർത്ത്. അത് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? തഫ്തർത്ത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിക്കണമെങ്കിൽ ഇന്നത്തെ അക്കൽത്ത് ഫുത്തു എന്ന് ചോദിക്കണതിന് പകരം ജസ്റ്റ് തഫ്തർത്ത് അല്ലേ? തഗദ്ദൈത്ത്, ലഞ്ച് കഴിച്ചോ? തഗദ്ദൈത്ത്, തഅശൈത്ത്, ഡിന്നർ കഴിച്ചോ? അത്ര ചോദിച്ചാൽ മതി. ഓക്കെ. ഇങ്ങനെ ഇപ്പൊ നമുക്ക് ചോദിക്കാം എന്ത്? അക്കൽത്ത് അശ, ഈ ഡിന്നർ കഴിച്ചോ? അങ്ങനെ ചോദിക്കാം. അതിന് പകരം നമുക്ക് ജസ്റ്റ് തഅശൈത്ത് എന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അശൈത്ത് എന്ന് ചോദിച്ചാൽ മതി. ഷീറ്റ്. ആ അശൈത്ത്. ഓക്കെ. ഇനിയിപ്പോ തഅശൈത്ത് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നീ കഴിച്ചോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. തഅശൈത്ത് ഫസ്റ്റിലുള്ള ഓക്കെ. അപ്പൊ ഷീറ്റ് അല്ലേ പറയേണ്ടത്? ഷീറ്റ് ആയിരിക്കൂലല്ലോ. ആശയത്തും പറയാം, താശയത്ത്. ഇപ്പൊ ഒരാളോട് ചോദിക്കുമ്പോ എന്തായാലും നീ കഴിച്ചോന്നല്ലേ ചോദിക്കുള്ളൂ അല്ലേ? ഇപ്പം ഒരാളിപ്പോ പിന്നെ തഫ്തർത്ത് അല്ലെങ്കിൽ ഫത്തർത്ത് എന്ന് ചോദിച്ചാലും മതി. ഫത്തർത്ത് ചോദിച്ചാൽ തന്നെ നീ കഴിച്ചോന്നുള്ള രീതിയിൽ കഴിച്ചോ അല്ലേ? ഫത്തർത്ത് അല്ലെങ്കിൽ തഫ്തർത്ത്. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോളൂ. തഫ്തർത്ത്, തഗദ്ദൈത്ത്, തഅശൈത്ത്. ഓക്കെ. അതിനർത്ഥം ഡിഡ് യു ഹാവ് ലഞ്ച്, അല്ലെങ്കിൽ എത്ര വലിയൊരു സെന്റൻസ് ചെറുതാക്കിയിട്ടാണ് അറബിയിൽ. ഓക്കെ. അപ്പം ഈ മീൽസ് ഒക്കെ പറഞ്ഞപ്പം പറഞ്ഞതാണ്, ഓർത്ത് വെക്കുക. ഇനി ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഹോം. അപ്പൊ നോക്കൂ, ഇവിടെ അന ആക്കുൽ, ആക്കുൽ അഫ്തർ എന്ന് പറയുന്നതിന്റെ പകരം ജസ്റ്റ് അന അഫ്തർ എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞാ മതി അല്ലേ? ഓക്കെ, ഞാൻ ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് ഫുത്തൂർ കഴിച്ചു. പറയേണ്ട ആവശ്യമില്ല. ഏ ഡയറക്റ്റ് അഫ്തർ അന എന്നല്ലേ അക്കൽ പറഞ്ഞത്? ഫുത്തൂർ പറയണ്ട. അനാക്കുൽ ഫുത്തൂറിന്റെ ആവശ്യമില്ല. അന അഫ്തർ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കഴിക്കാറുണ്ട് എന്നാണ്. ഫത്തർത്ത് അന എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചു എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഫത്തർത്ത്. ഓക്കെ. അപ്പൊ നീ കഴിച്ചോ എന്നാണെങ്കിൽ തഫ്തർത്ത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ഇത് ചോദിച്ചാലും മതി. ഇതിപ്പോ അന അഫ്തർ എന്നല്ലേ പറയാ, ഇത് പ്രൊനൗൺസ് ചെയ്യാ? അഫ്തർ. ഞാൻ കഴിക്കാറുണ്ട്, പ്രസന്റ് ആണ്. ഇനി ഞാൻ കഴിച്ചു എന്നാണെങ്കിൽ അന ഫത്തർത്ത് എന്നാവും. ഓ, കഴിച്ചു എന്നുള്ളതിനാണല്ലേ? പാസ്റ്റ് എൻഡിൽ വരും. ഫത്തർ. ആ അതപ്പോ നമ്മൾ ഒരാളോട് ചോദിക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ നീ കഴിച്ചോന്നാണെങ്കിലും ഫത്തർത്ത്, അതെ. ക്വസ്റ്റ്യൻ ടോണിൽ ഫത്തർ. ചോദിച്ചാൽ മതി. ആ അതിന്റെ പാസ്റ്റ് ഫത്തർ. ആണ്. ഓക്കെ. സോ എന്താണ്? ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഹോം. ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഹോം. അന അഫ്റ്റർ ഫി ബൈറ്റി. ഫിൽ ബൈത്ത്. ഓക്കെ, ഫി ബൈത്തി. ഓക്കെ. ഫി ബൈറ്റി. നെക്സ്റ്റ്, ഐ ഗോ ടു ഓഫീസ് അറ്റ് 8 o'clock. I go to office. أطلع إلى المكتب في ساعة 8 അല്ലേ?
ثمانية. ثمانية. Okay, now I start my work at 9 o'clock. I start my work at 9 o'clock. ഉം. സ്റ്റാർട്ടിന് സ്റ്റാർട്ട് എന്താ? സ്റ്റാർട്ടിന് ഉം. ഇത് ഞാൻ നോക്കാണ്ട് പറയാൻ കേട്ടോ, ഒരു മിനിറ്റ്. ആ അതന്നെ നോക്കാതെ പറഞ്ഞാൽ മതി. ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇതിൽക്ക് നോക്കേ വേണ്ട. നോക്കിയാ പിന്നെ ഇത് പോവും, ഫ്ലോ അന പോവും. തബ്ദ് ആ തബ്ദ് അതന്നെ. അപ്പൊ അനയാകുമ്പം അബ്ദ. അബ അബ്ദ അബ്ദ. അന അബ്ദ ആ സ്റ്റാർട്ട് ഡ്യൂട്ടി. ദ വർക്ക് ആണല്ലേ, ഡ്യൂട്ടി വർക്ക് ആണിത്. അല്ലേ, ദവാമാണോ, ആ ആ ദവാം ആ ദവാം ആ ഫി സാ. ആ എത്രയായിരുന്നു സാ എത്ര ആ പറഞ്ഞത്? തിസ 9 കേട്ടില്ല. മണിക്ക്. ഓക്കെ. ഫി സാ തിസ. ആ ഓക്കെ. സോ എന്താണ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അന അബ്ദ ദവാം ഫിസാ തിസ. ഓക്കെ. നെക്സ്റ്റ്. ഐ ഈറ്റ് ലഞ്ച് അറ്റ് 1 o'clock എവറി ഡേ. ഐ ഈറ്റ്. അപ്പം ഇവിടെ ഇതുപോലെ പറഞ്ഞാൽ മതിയല്ലേ. അപ്പൊ യെസ്. അഗ്ദ അത്തഗദ്ദ എന്ന് പറയാം അഗ്ദൈറ്റ്. കേട്ടോ. ചിലത് നമുക്ക് അങ്ങനെ വരൂല. അപ്പൊ ഈ അഷ്തറിൽ എന്നൊക്കെ പറയുന്ന പോലെ അത്തഗദ്ദ എന്ന് പറയണം. എങ്ങനെ പറയാ? അത്തഗദ്ദ. അത്തഗ്ദ. അത്തഗദ്ദ. ഒരു താ വരും ഫ്രണ്ടില്. ഓക്കെ. നമ്മൾ അഷ്തറിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഷോയിലാണ് വർക്ക്. പക്ഷെ ഈ വർക്ക് നമ്മൾ അഷ്തറിൽ എന്ന് പറയൂലേ, ആ അയിനിന്റെ മുന്നിൽ ഒരു താ ഇടണം, ഫ്രണ്ടിൽ ആ വരുമ്പോ. സോ അത്തഗദ്ദ എന്ന് പറയും. അന അത്തഗദ്ദ. അത്തഗ്ദ ഓക്കെ. ആ سو أنا അത്തഗ്ദ أتغدى كل يوم الساعة 1. كل يوم ساعة واحدة. واحد واحد. واحدة. ساعة ഫെമിനൈൻ ആയതുകൊണ്ട് വഹദ. واحدة. സാ വഹദ അല്ലെ. ഫെമിനൈൻ ആകുമ്പോൾ നമ്മൾ വഹദ എന്നല്ലേ പറയേണ്ടത്. واحدة واحدة بس. ഇനി എന്താണ്, നമുക്ക് 2 മണി മുതൽ അല്ല 1 മണി മുതൽ 2 മണി വരെ ബ്രേക്ക് ആവുന്നു. വി ഹാവ് ബ്രേക്ക് ഫ്രം 1 o'clock to 2 o'clock. വി We ഹാവ്. have. അപ്പം I have India. അപ്പം we have عندنا ഇസ്തറാഹ, ബ്രേക്ക് ഇസ്തറാഹ യെസ് ആണല്ലോ. യെസ്. അപ്പം മിൻ എത്ര മണിയായിരുന്നു പറഞ്ഞ? 1 മണി 1 മുതൽ. മണി മുതൽ 2 മണി വരെ. اوكي. من ساعة واحدة വഹദ. إلى ساعة واحدة إلى ساعة اثنين. ഇസ്നൈൻ. അല്ലേ, മനസ്സിലാവണില്ലേ? ഓക്കെ. ഐ കംപ്ലീറ്റ് മൈ വർക്ക് അറ്റ് 5 o'clock. I complete my work. ഫിനിഷ് മതി. ചെയ്യണ കംപ്ലീറ്റ് എന്നാണല്ലോ. ചെയ്യാന്നൊക്കെ നമ്മൾ എന്താ പറയാ? ഫിനിഷ് ഖലാസ് അല്ലേ, അപ്പൊ ഖലാസ് അല്ലേ. അപ്പം അഹ്സൽ എന്നായിരിക്കോ? ഉഹല്ലിസ് എന്നാട്ടാ പറയാ. ഉഹല്ലിസ്. ഉഖല്ലിസ് എന്നാണല്ലേ. ഉഖല്ലിസ് ഉഖല്ലിസ് അന ഉഖല്ലിസ്. ഒന്നെങ്കിൽ ഉഹല്ലിസ് എന്ന് പറയാം, അല്ലെങ്കിൽ അക്കമ്മിൽ എന്നും പറയാം. കമ്മിൽ ചെയ്യുക അല്ലെ. അന കമ്മിൽ തു മാജിസ്ട്രേറ്റ്. ഞാൻ PG കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ കമ്മിലുണ്ട് കംപ്ലീറ്റ്. അപ്പൊ അന അക്കമ്മിൽ എന്നും പറയാം. ഓക്കെ. അക്കമ്മിൽ. കമ്മിൽ. കമ്മിൽ. കാഫാണോ കാഫാണോ അതോ കാഫ് കാഫോ? കാഫ് കാഫ്. അലാം കാഫ്. മിൽ. ബാങ്കൊന്ന് കൊടുക്കട്ടെ. ഓക്കെ. ഓക്കെ. സോ എന്താണ് പറഞ്ഞിരുന്നത്? യെസ്, കംപ്ലീറ്റ് അല്ലേ. സോ ഉഹല്ലിസ് എന്നും പറയാം, അക്കമ്മിൽ എന്നും പറയാം. ഹലോ. ഓയ് ഓയ്.
മോനെ നമ്മ ക്ലാസ് ഓ സോറി, കംപ്ലീറ്റ് ഞാൻ ആയിട്ടില്ല. മൈക്ക് ഓഫ് ആക്കി വെച്ചിട്ട് ഞങ്ങള് മൈക്ക് സംസാരിക്കായിരുന്നു. ഓഫ് സോറി. ആയിരുന്നു. അപ്പം എന്താണ് നമുക്ക് അന ആ അന ഉഹല്ലിസ് ഉം ദവാമി. മൈ വർക്ക് ആണല്ലോ ഉം അല്ലെ? ഉം കറക്റ്റ് ആണോ? കറക്റ്റാ. അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ? എത്ര ഐ പിന്നെ കംപ്ലീറ്റ് പറഞ്ഞോ? മൈ ഫുള്ള് വർക്ക് പറഞ്ഞു. അറ്റ് ഈവനിങ് 5 o'clock. അറ്റ് ഈവനിങ് ആ അല്ലേ? ഉം അപ്പം ഫി ഉം സാഅ ഉം ഖംസ ഉം മസാ. മസാ. ഓക്കെ, ഈവനിങ് ആകുമ്പോൾ മസാ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഐ റിട്ടേൺ ടു ഹൗസ് ആൻഡ് ഈറ്റ് ഡിന്നർ. അർജെ ഇല ബൈത്തി ഉം വ ഉം ആശ അത്തഗശ എന്ന് പറയും. ആശൈ അത്തഗശ. അത്താശ. തകശയത്ത് പറഞ്ഞാൽ കഴിച്ചു എന്നാണ്. ഇപ്പൊ അത് കഴിക്കാറുണ്ടല്ലേ, ഡെയിലി റുട്ടീൻ അല്ല, അപ്പൊ പ്രസന്റ് ആണ്. അപ്പൊ അത്വാശ. ഓക്കെ, അത്വാശ. അത്താശ അത്താശ. അത്വാശ. ഓക്കെ, അത്ര മതിയല്ലേ? അത്ര മതി. മറ്റേ പിന്നെ ഒരു ആശ പറയേണ്ട ആവശ്യമില്ല. വേണ്ട വേണ്ട, അത്വാശ അത്താശ. എന്ന് തന്നെ പറഞ്ഞാ മതി. ഓക്കെ, സോ ക്ലിയർ അല്ലേ? മാം ഇപ്പൊ മാം സ്ക്രോൾ ചെയ്യണത് മൊഡ്യൂള് ആണോ? ഇത് മൊഡ്യൂളിൽ ഇത് ഇതേപോലെ ഡിഫറെന്റ് എക്സാമ്പിൾ ആയിരിക്കും. ആണല്ലേ? ഓക്കെ, ഓക്കെ. എല്ലാം മൊഡ്യൂളുള്ളത് തന്നെ പറയേണ്ടത്. കുറച്ച് വേറെ വൊക്കാബുലറീസ് ഒക്കെ ആ പ്രാക്ടീസ് ആയിക്കോട്ടെ, ചെറിയ ചേഞ്ചസ് അല്ല, ഈ ഉള്ളതായിരിക്കും. ഈ ഒരു ഈ ഒരു PDF ഷെയർ ഇതിപ്പോ ഈ PDF ഷെയർ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, ഇത് ഷെയർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളെ മോഡ്യൂൾസിലുള്ള PDF ആണ് ഇത്. നമ്മൾ തരാൻ ആ കാരണം നിങ്ങൾ ക്ലാസ്സിന്റെ സമയത്ത് പുതിയ നോട്ട്സ് കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഓക്കെ, എല്ലാം മാം ഇത് കഴിഞ്ഞിട്ടൊന്ന് ഷെയർ ചെയ്ത് തരാൻ എന്നാ പറ്റുമോ? ഞാൻ ഞാൻ ഷെയർ എഴുതി ചെയ്തിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ ഇത് ചെക്ക് ചെയ്തോളുണ്ട്. ആ കഴിഞ്ഞിട്ട് മതി. ആയിക്കോട്ടെ. ഞാനൊന്ന്, കാരണം ഞാൻ എഴുതുന്നുണ്ട്. ആ ചിലപ്പോ ആ ഈ ഫുൾ ആ സെന്റൻസ് മിസ് ഔട്ട് ആയി ചെക്ക് ചെയ്യാൻ പോരും. വേണ്ടിയിട്ട്. ഇതിൽ കുറച്ച് ആ റിപ്പീറ്റേഷൻ ഉണ്ട്, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളുണ്ട് കേട്ടോ. അത് ഓക്കെ, കുഴപ്പമില്ല. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മേലത്ത് തന്നെ വീണ്ടും സെയിം ആയിട്ട് കുഴപ്പമില്ല. വരുന്നുണ്ട്. ഓക്കെ, സോ ആ യെസ്. പിന്നെ ഇനി ഐ ഈറ്റ് വേറൊരു മൈ ഡിന്നർ. ഇത് വേറെ പിന്നെ എക്സാമ്പിൾ ആണ് റീച്ച് അല്ലേ? ഇനിയിപ്പോ നോക്കൂ, ഞാൻ ഉച്ച വരെ ജോലി ചെയ്യും അല്ലേ? അങ്ങനെ അതിന് ഉച്ച നമുക്ക് വരെ അഷ്തഗിൽ ലേൻ അല്ലുഹർ എന്ന് പറയാം. ലേൻ. ലേൻ ഓക്കെ, ലേൻ ഉച്ച വരെ എന്നുള്ള രീതിയിൽ ലേൻ നമ്മൾ ലേൻ എന്ന് ഉപയോഗിക്കും. ഓക്കെ, ലേൻ. ഓക്കെ. സോ ലേൻ പുതിയ വേർഡ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ലേൻ വരെ ആ എന്താണ് ടിൽ ഞാൻ എന്നുള്ള അർത്ഥം. ഞാൻ കുടുംബത്തോടൊപ്പം ഇരിക്കും എന്നെങ്ങനെ പറയാ? കുടുംബത്തോടൊപ്പം ഐ ഒപ്പം സിറ്റ് ഇരിക്കും. വിത്ത് ഫാമിലി. ഉപയോഗിക്കാമല്ലോ ആ യെസ്. അല്ലെ? അപ്പൊ അജ്ലിസ് മഅ ഉസ്രത്തി അല്ലെങ്കിൽ ആലി. അഹ്ലി അല്ലെങ്കിൽ ആലി. ആയിലെത്തി അല്ലേ? സോ ആയിലത്തി. അജ്ലിസ് മാ ആയിലത്തി അല്ലെങ്കിൽ ആയിലെത്തി അല്ലെങ്കിൽ ഉസ്രത്തി ഉസ്രത്തി അല്ലെങ്കിൽ അഹ്ലി. ഉസ്രത്ത് സംസാരത്തിൽ വല്ലാതെ ഉപയോഗിക്കൂല. ഓക്കെ, ഉപയോഗിക്കൂലല്ലോ. അഹ്ലി ആയിലിയൊക്കെയാണ് ഉപയോഗിക്കുക. കുഴപ്പമില്ല. ഇനി പിന്നെ നമ്മൾ പറയില്ലേ, നിനക്കറിയൂലേ, ചിലപ്പോൾ ഞാൻ നടക്കാൻ പോവാറുണ്ട് അല്ലേ? ആ സംഭവമാണ് തറ എന്നുള്ളൊരു ഉപയോഗമുണ്ട്. തറ. ചിലപ്പോൾ എന്നാണോ? ചിലപ്പോൾ നല്ല നമ്മൾ കണക്ഷൻ ആ. വേർഡ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ നിനക്ക് ഓ അറിയൂലേ, ഈ അറിഞ്ഞോ അല്ലെ? തറ അൽഹൈൻ ആ എന്താണ് അഷിയ മറ ആലി. ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് അല്ലേ എന്നൊക്കെ പറയില്ലേ? ആ. അതിനാണ് തറ തറ ഈ എന്ന്. കണ്ടോ എന്നുള്ള വാക്കിൽ നിന്നാണോ ഇത്? അല്ലല്ലേ? അതന്നെ. അതന്നെ, അതേപോലെ അത് നമുക്ക് പറയാം അല്ലെ? നീ കണ്ടോ എന്നുള്ള രീതിയിൽ. നീ ആ അറിഞ്ഞോ, നിനക്കറിയല്ലോ എന്നൊക്കെ നമ്മൾ കണക്ഷൻ വേർഡ് ആയിട്ട് അപ്പൊ ഉപയോഗിക്കുന്നതാണ് ഈ സംഭവത്തിൽ. ഓക്കെ. അറബ്സ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തറ നിനക്കറിയോന്നല്ലേ? തറ ഇങ്ങനെ കേൾക്കാം. അപ്പൊ ചിലപ്പോൾ ചില സ്റ്റുഡന്റ് ചോദിക്കാണ്, എന്താ മാം ഈ തറ, അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പം അത് ആ, കണക്ഷൻ ആ യാനിയൊക്കെ പോലെ കണക്ഷൻ വേർഡായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അറിയാമോ? അപ്പൊ എന്താണ് തറ? അഹ്യാനൻ ഇടക്കിടക്ക്, അത്തിലാണ് അംഷി ഞാൻ നടക്കാൻ പോകും അല്ലേ? ഡോണ്ട് യു നോ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? പറയുന്ന പോലെ. അതെ അതെ. സോ എന്താണ് അഹ്യാനൻ അത്തിലാണ് അംഷി. അംഷിയാണെന്ത്? ഐ വാക്ക്. ഞാൻ ഓക്കെ, അഹ്യാന മീൻസ് ചിലപ്പോൾ അല്ലേ? ചിലപ്പോൾ. ആ ഓ, നേരത്തെ പറഞ്ഞ സംടൈംസ് അഹിയാൻ അഹ്യാന. യെസ്. ചിലപ്പോൾ നമ്മൾ പറയാല്ലേ, ചിലപ്പോൾ ഞാൻ നടക്കാൻ പോവാറുണ്ട് എന്ന്. അതാണ് അഹിയാൻ. അപ്പൊ അതൊക്കെ നമുക്ക് സംസാരത്തില് വരും. ഇനി എന്താണ് പിന്നെ ഞാൻ ആ, രാത്രി അല്ലേ, രാത്രി ഞാൻ കുറച്ച് നേരം മൊബൈൽ ഉപയോഗിക്കും. ഐ യൂസ് മൊബൈൽ ഫോർ എ ഷോർട്ട് ടൈം. ഞാൻ എന്താ പറയാ? യൂസ് ചെയ്യുന്നതിന് എന്താ പറയാന്നറിയോ? യൂസ് യൂസ് അസ്തഹ്ദിം യൂസ് എന്നാ പറയാ. ചെയ്യുന്നതിന് അസ്തഹ്ദിം. അസ്ത അസ്
ഇത് മൊബൈലിലൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പം കേൾക്കാറുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സബ്സ്ക്രൈബർ എന്നുള്ള രീതിയിൽ അറബിയിൽ ഇസ്തഹദം എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇജ്ജ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന്. ഇസ്തഹദം പറയാറുണ്ടാവും. സോ അസ്തഹദിം എന്ന് പറഞ്ഞാൽ ഐ യൂസ് ആണ്, പുതിയ വേർബാണ്, പഠിക്കണം കേട്ടോ. അസ്തഖിം അസ്തഖിസിം അസ്തഹദിം അസ്തഹദിം അസ്തഖിസിം അല്ല, എന്താണ് അസ്തഹദിം ജവാൽ ഷോയ വബസ്. ജവൽ ഷുവൈ. കുറച്ച് നേരം. പിന്നെ വബസ് എന്ന് പറഞ്ഞാൽ അത്ര മാത്രമല്ല, അതാണ് വബസ്. അല്ലെ, കുറച്ച് നേരം ഞാൻ മൊബൈൽ എടുക്കും ബസ്, അത്ര ഉള്ളൂ എന്ന് പറയുന്നതാണ് ബസ് ഉപയോഗിക്കുക. ഓക്കെ. ഇനി എന്താണ്, ഞാൻ നേരത്തെ ഉറങ്ങും ബിക്കോസ് രാവിലെ ഡ്യൂട്ടി ഉണ്ട്. I sleep അനാം early because I have അനാം ബദ്രി പിന്നെ ബിക്കോസ് റീസൺ പറയണ്ട, അപ്പൊ സബബ് എന്നാണോ? സബബിനേക്കാൾ നല്ല ആശാൻ. അശാൻ. ഓക്കെ. അശാൻ ഇന്ദി ഷുഗൽ ബുക്ര, അല്ലെങ്കിൽ നാളെ എനിക്ക് ജോലി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് അല്ലെ ജോലി ഉണ്ട്, അതുകൊണ്ട് എന്താണ് അനാം ബദ്രി, ഞാൻ നേരത്തെ എണീക്കും. ഓക്കെ. സോ ക്ലിയർ ആണോ ഇത്രയും? അപ്പൊ ഇതാണ് ഡെയിലി റുട്ടീൻ. നിങ്ങളെ ഡെയിലി റുട്ടീൻ എന്ത് ചെയ്യുക, ഞങ്ങളൊന്ന് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യട്ടോ.